ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞത്. തൊഴിലുറപ്പുകാർക്ക് പൈസ കുറഞ്ഞതിന് ജയിലിൽ എന്തൊരു അന്യായമായ വർത്താനാണ്. ഈ തെരുവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ജോലിക്കാരെ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ കിടക്കുന്ന പുള്ളികളുമായിട്ട് താരതമ്യം ചെയ്യാന്ന് പറയുന്നത് തൊഴിലുറപ്പ് സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ മാപ്പ് പറയണം. തൊഴിലുറപ്പ് പദ്ധതിയോട് ആണോ ഇയാൾ ജയിലിലെ ഈ വർധനവിനെ കണക്കൂട്ടേണ്ടത്? നിങ്ങൾ ആലോചിച്ചോളൂ, ജയിലിൽ ഇപ്പോൾ കൊടുക്കുന്ന ഒരു സംഖ്യ കണക്കൂട്ടിയാൽ 10 വർഷം കൊണ്ട് 20 ലക്ഷത്തിലധികം രൂപ ഒരു ജയിൽ പുള്ളിക്ക് പോകുമ്പോൾ കൊടുക്കാനുണ്ടാവും. അവൻ്റെ എല്ലാ ചിലവും കഴിച്ചിട്ടുള്ള പൈസയാണ് കേട്ടോ. എന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ജയിൽ പോകുന്നതാണ്. ഒരു പണിയില്ലാതെ നാട്ടിൽ തിരിഞ്ഞു കിടക്കുന്നവരെക്കാൾ നല്ലത് ജയിൽ പോകുന്നതാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ. ഇന്നൊരു പ്രവാസി വിദേശത്ത് പോയിട്ട് ഒരു 10 കൊല്ലം പണിയെടുത്ത് നാട്ടിൽ തിരിച്ചെത്തിയാൽ അവന് ഞങ്ങളുടെ KMCC പോലും കൊടുക്കുന്ന ഫണ്ട് 5 ലക്ഷം 6 ലക്ഷമാണ്. പക്ഷേ ജയിലിൽ പോയിട്ടാണ് കിടന്നതെങ്കിൽ അവന് 20 ലക്ഷം രൂപ കിട്ടും. എന്തൊരു മാത്രം എന്താ പറയുക, എന്ത് വികലമായ ഒരു വീക്ഷണമാണ് ഇവരുടേതെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നു. അവർക്ക് എന്ത് കൊടുത്തു എന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ആശാവർക്കർമാരോടും ഇവിടുത്തെ സാധാരണ തൊഴിലാളികളോടും അധ്യാപക സമൂഹത്തോടൊക്കെ ഇടതുപക്ഷം കാണിക്കുന്ന നെറികേട് എന്നതാണ്.